ആഷിഖുറിനെ ഒരു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി അങ്ങോട്ട് തുടങ്ങും. ഇവിടെ മെസ്സി നിക്കറിട്ടുകൊണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ട് ഓടിയെന്ന് പറഞ്ഞു. അല്ല, നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് എഫക്റ്റീവായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ആർക്ക് എന്ത് പ്രയോജനമാണ്? കേരളത്തിൽ നടന്നുകൊണ്ടൊരു തേങ്ങാക്കൊലയും പ്രത്യേകം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതുകൊണ്ടുള്ള ഗുണം അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ പോകുന്ന ടീമിനും അത്യാവശ്യം ക്യാഷും കാര്യങ്ങളും കിട്ടും. കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ ഇങ്ങനൊരു അർജന്റീന വന്നിട്ടൊരു മത്സരം കളിച്ചാൽ നോക്കൂ, ഇന്ത്യയുടെ സ്പോർട്സ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇവന്റ് ആയാൽ മാറില്ല. എവിടെ നിന്നൊക്കെ ആളുകൾ ഒരു അർജന്റീനയുടെ ദേശീയ ഫുട്ബോൾ ടീം ലയണൽ മെസ്സി സഹിതം കേരളത്തിൽ വന്ന് കളിക്കാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ഗ്ലോബൽ ന്യൂസാണ്. ഇവിടെ സാധ്യത എന്ന് പറയുന്നത് ഇതിന്റെ വിസിബിലിറ്റിയാണ്. അർജന്റീനയുടെ ഫുട്ബോൾ ടീം മെസ്സി സഹിതം കേരളത്തിൽ വന്ന് കളിക്കുന്നത് വഴി കേരളത്തിന്റെ വിസിബിലിറ്റി ലോകത്തിന് മുന്നിൽ കൂടുതൽ വെളിവാക്കപ്പെടുകയാണ്. കേരളം എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയിൽ ഇത്രയും ഫുട്ബോൾ പാഷൻ, ഇത്രയും ഫുട്ബോൾ ഫാൻസ്, ആരാധകർ ഒരു അർജന്റീനയെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് വിൽ ബിക്കം എ മാസീവ് വിസിബിലിറ്റി ഫോർ കേരള. അത് കേരളത്തിന്റെ ഫുട്ബോൾ ഡെവലപ്മെന്റിന്, ഞാൻ പറയുന്നത് ഫുട്ബോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ കളിക്കാരെ സൃഷ്ടിക്കുന്നത് മാത്രമല്ല, എൻറ്റയർ ഫുട്ബോളിന്റെ എക്കണോമിക്സ്, ഫുട്ബോളിന്റെ സാമ്പത്തിക, കേരളത്തിന്റെ സ്വന്തം ഫുട്ബോളിന്റെ എക്കണോമിക്സിനെ വരെ വളരെ അനുകൂലമായി ബാധിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ മറ്റ് ഇടങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സംഗതിയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമായാൽ വലിയ സംഭവം തന്നെയാണ്. കാരണം നിലവിലുള്ള ലോക ചാമ്പ്യന്മാരാണ്.